DTH സാരിയർ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് പറയാൻ പോകുന്ന വീഡിയോ ഡിഷ് ടി വിയിലെ ഒരു ബോക്സാണ്. അതിന് നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. കാരണം പലർക്കും സംശയമാണ്, ഈ സോഫ്റ്റ്വെയർ ബോക്സ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാണിക്കും. ചിലരത് ഓഫ് ചെയ്യും. അത് ഒരു കാരണവശാലും ഓഫ് ചെയ്യാൻ പാടില്ല. അതിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും അത് പിക്ചറിലേക്ക് ഹോം ചാനലിലേക്ക് വരും. അതുകൊണ്ട് ആരും അത് ഓഫ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോക്സ് ഡെഡായി പോകും. കാരണം ഉപയോഗശൂന്യമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ബോക്സ് ഓഫ് ചെയ്ത് ഡിഷ് ടി വിയുടെ ബോക്സ് ആയാലും ശരി തന്നെ, സ്റ്റാറ്റസ് സ്കൈയുടെ ബോക്സ് ആയാലും ശരി തന്നെ, വീഡിയോകോണിൻ്റെ ബോക്സ് ആയാലും ശരി തന്നെ, ആരും എയർടെലിൻ്റെ ബോക്സ് ആയാലും ശരി തന്നെ. പിന്നെ സം ഡയറക്റ്റിന് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ഇല്ല. അതുകൊണ്ട് അത് വലിയ ശല്യമില്ല. ബാക്കിയുള്ള സാറ്റലൈറ്റുകൾ ഇതുപോലെ തന്നെ ബോക്സുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് നടക്കുമ്പോൾ ബോക്സ് ഓഫ് ചെയ്യാതിരിക്കുക. ഓഫ് ചെയ്താൽ അത് പ്രശ്നമാണ്. നമുക്കെങ്ങനെ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കുക. ഇതിപ്പോൾ പുതിയൊരു ബോക്സാണ്. ഇപ്പോൾ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ഒരു ബോക്സാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇത് കാണിക്കുവാൻ വേണ്ടി നമുക്ക് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഈ 18-4 എന്നാണ് കാണിക്കുന്നത്. കാരണം അത് റീചാർജ് ചെയ്യാണ് കാണിക്കുന്നത്. ചിലപ്പോൾ സിഗ്നൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും, 103 കാണിക്കും. 103 കാണിക്കുമ്പോൾ നമ്മൾ ചിലരിലൊക്കെ 103 കാണിക്കും. 101 കാണിച്ച് സിഗ്നൽ ഇല്ലെന്നാണ് അർത്ഥം. 103 കാണിച്ച സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ചെയ്യാനാണ് അതിൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കും. നമ്മൾ ഈ ബോക്സിൻ്റെ പുറകിലൊരു ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ പുറകിലൊരു ബട്ടൺ കാണും. ആദ്യം ബോക്സ് ഊരിയിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ ഊരണം. പിന്നെ പുറകിൽ നിന്ന് ആദ്യം ഊരണം. എന്നിട്ട് ഒരു ബട്ടൺ കാണുന്നു. ഈ ചെറിയ ബട്ടൺ ഇതിനെ പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കണം. നല്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ അഡാപ്റ്റർ ഇതിൽ കുത്തണം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കണം. ഇതുപോലെ ഇങ്ങനെ വരും. ഇതുപോലൊരു ഓപ്ഷൻ കാണും. നമ്മളത് വിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ പുറകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വിടുക. അത് വിടുക. എന്നിട്ട് റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്തിട്ട് താഴെ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. മുകളിൽ ഫ്രീക്വൻസിയാണ്. മുകളിലത്തെ ഫ്രീക്വൻസി അത് വീഡിയോകോണിൻ്റെ ഫ്രീക്വൻസിയാണ്. 11609. വെർട്ടിക്കൽ 43,979 314 വെർട്ടിക്കലാണ്. അത് വീഡിയോകോണും ഇപ്പം ഡിഷ് ടി വിയും കൂടെ അവരെ ഒരു ഫ്രീക്വൻസിയിലാണ്, അതായത് ഒരു സാറ്റലൈറ്റിലാണ് വർക്ക് ചെയ്യണത്. 88 ഡിഗ്രി സാറ്റലൈറ്റിൽ, ST2 88 ഡിഗ്രി അതിലാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സാറ്റലൈറ്റും കൂടെ ഒന്നിച്ച് 11609 വെർട്ടിക്കൽ 43,979 314 നോ ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ അടിക്കുമ്പോൾ പ്രസ് ചെയ്യണം. ഓക്കെ ബട്ടൺ അടിക്കുമ്പോൾ ഈ ഓക്കെ ബട്ടൺ അടിക്കുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുകയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുകയാണ്. ഡിഷ് ടി വിയുടെ സോഫ്റ്റ്വെയറാണ്. ഡിഷ് ടി വിയുടെ ബോക്സാണത്. ഡിഷ് ടി വിയും വീഡിയോകോണും കൂടെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സെയിം ബോക്സാണ്. അവർ ഒറ്റ ബോക്സാണ് നടക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയറിന് വ്യത്യാസമുണ്ട്. ഇത് ഡിഷ് ടി വിയുടെ സോഫ്റ്റ്വെയറാണ്. ഇത് ഡിഷ് ടി വിയുടെ സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഡിഷ് ടി വി ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് കഴിയുമ്പോൾ ഡിഷ് ടി വിയുടെ എംപ്ലോയി കാണിക്കുന്നത്.
ഇതുപോലെ ആയി വർക്ക്സ് റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി. क्लेम करने के लिए QR कोड को स्कैन करें. आपका D28 हो गया है D28 स्मार्ट प्लस. टीवी चैनल्स के साथ OTT ऐप्स का मजा लें बिना अतिरिक्त दाम के. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ശരി, ഓക്കെ. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പം ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ശരി, ഓക്കെ.